ഒരു വ്യക്തി ക്രിസ്തു ബോധത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ അറയ്ക്കകത്തേക്ക് കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് സംസർഗം ചെയ്യണം. എന്താണ് ഈ അകത്ത് കയറി വാതിലടയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് അത് കാണിച്ചു തന്നു. അദ്ദേഹം ക്രിസ്തുബോധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിതാവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് ദേവാലയമായിരുന്നില്ല, മറിച്ച് വിജനമായ പ്രദേശം, തോട്ടങ്ങൾ, മലകൾ. അതും ഒറ്റയ്ക്ക് പോയി മണിക്കൂറുകൾ അദ്ദേഹം ധ്യാനനിർഭരനായി അവിടെ ഇരിക്കുമായിരുന്നു. ഇതാണ് ക്രിസ്തുബോധത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതും ക്രിസ്തുബോധത്തിൽ തുടരാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നതും. ഭാരത പൈതൃകത്തിലേക്ക് വരുമ്പോൾ നാം സ്വയമേ ദർശിക്കുന്നത് ധ്യാനനിർഭരരായിരിക്കുന്ന വ്യക്തികളുടെ പിക്ചേഴ്സ്, ഫോട്ടോസാണ്. ശ്രീബുദ്ധനാകട്ടെ, ശ്രീനാരായണ ഗുരുവാകട്ടെ, സ്വാമി വിവേകാനന്ദനാകട്ടെ, ചട്ടമ്പി സ്വാമികളാകട്ടെ, അവരുടെ എല്ലാം പോസ്റ്റേഴ്സ് ആ ധ്യാനനിർഭരനായി ആത്മാവിൽ ലയനം സംഭവിച്ച് പരബ്രഹ്മവും ജീവാത്മാവും തമ്മിലുള്ള ഏകീഭാവത്തിൽ ലയിച്ചിരിക്കുന്ന ആ പിക്ചേഴ്സാണ് നാം കാണുന്നത്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ക്രിസ്തുബോധത്തിനകത്തുള്ള പ്രാർത്ഥനയും ഹൈന്ദവ വേദങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃകത്തിലുള്ള ആത്മീയത പറയുന്ന ധ്യാനവും ഒന്ന് തന്നെ.